നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. മമതാ ബാനർജിക്ക് ആദ്യം അഭിഷേക് ബാനർജി, പിന്നെ കല്യാൺ ബാനർജി, ഇപ്പോഴത്തെ സാക്ഷാൽ മമതാ ബാനർജിയെ വരെ വഴി തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ഒരവസ്ഥ എത്തി പശ്ചിമ ബംഗാളിൽ അല്ലേ. ഈ 24 പർഗാനസിലെ ഹാലി സഹർ എന്ന പ്രദേശത്ത് വെച്ചാണ് ചെളിവാരി എറിയായിരുന്നു. മമതയുടെ കാറ് തടഞ്ഞു വെച്ചു, കല്ലെറിഞ്ഞു, ചെരുപ്പെറിഞ്ഞു, പിന്നെ വാഹനത്തിന് നേരെ ചെളിയും വാരി എറിഞ്ഞു. മമത വാഹനത്തിനുള്ളിൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മമത ഉടനെ പറഞ്ഞു ആക്രമിച്ചവർ BJP-ക്കാരാണ്. പക്ഷെ അതല്ല കാര്യം. അവിടെ ഒരു തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ മമത ചെന്നാണ്. അപ്പോൾ അവരുടെ രോഷമാണ് അല്ലേ. അപ്പം മമതയ്ക്ക് ബംഗാളിൽ നിലനിൽപ്പില്ല. ഡൽഹിയിൽ ചെന്നാൽ അവിടെ MP-മാരുമില്ല. 20 MP-മാർക്ക് അപ്പുറത്ത് NCP-യിലേക്ക് മാറിയല്ലോ, NDA ഘടകകക്ഷിയെ. ആകെ 28 പേരാണ് ഉണ്ടായത്. അതെ, ഇപ്പോഴാ 20-ൽ പിളർപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമത അനുകൂല മാധ്യമങ്ങളൊക്കെ ബംഗാളിൽ. ഒരു കഴമ്പുമില്ല. അതെ, ഇപ്പം മമതയ്ക്ക് അഭിഷേക് ബാനർജി ഇപ്പം അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. അന്നത്തെ ആ മുട്ടയേറിന് ശേഷം മുട്ടയെറിഞ്ഞു, കല്ലുകൊണ്ടെറിയുകയും ചെയ്തു. ഇപ്പോഴത്തെ മമതയ്ക്ക് ഇനിയിപ്പം പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. സുരക്ഷയാണെങ്കിലോ അത് അതീവ സുരക്ഷയായിരുന്നു. സുരക്ഷയെല്ലാം പിൻവലിക്കുകയും ചെയ്തു അല്ലേ. ഒരു ഗൺമാൻ പോലും ഇപ്പോൾ കൂടെ ഇല്ലെന്നാണ് പറയുന്നത്. ഗൺമാൻ ഉണ്ടാവും, മുൻ മുഖ്യമന്ത്രിയല്ലേ. എന്തായാലും മമതയുടെ അവസ്ഥ MLA അല്ലല്ലോ, മുൻ മുഖ്യമന്ത്രി മാത്രമാണ്. സുരക്ഷ മൊത്തത്തിൽ പിൻവലിച്ചു, പൂർണ്ണമായും പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അവസ്ഥ എന്താണെന്ന് കൃത്യമായി ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളുണ്ടാവും. ഇവരേത് സമയത്തും ജനങ്ങളാൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഇവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യും, അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. ആ റിപ്പോർട്ട് ഉള്ളിടത്തോളം കാലം സർക്കാർ അതിന്മേൽ നടപടി എടുക്കാതിരിക്കില്ല. അത് നാളെ ഒരു വിഷയം ഉണ്ടായാൽ ചോദ്യം വരും. ഇത് കോടതിയിൽ ചെന്നാൽ സർക്കാർ മറുപടി പറയേണ്ടി വരും. സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മമതയ്ക്കുള്ള സെക്യൂരിറ്റി ഒന്നും അങ്ങനെ പിൻവലിച്ചിട്ടുണ്ടാവില്ല. പിന്നെ മുഖ്യമന്ത്രിയായിരുന്നപ്പം മമത സ്വയം ഏർപ്പെടുത്തിയ ഈ 40-50 കാറിൻ്റെ അകമ്പടിയും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെയുള്ള സുരക്ഷ കിട്ടില്ല. മറ്റേ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ കിട്ടത്തില്ല. ഇവിടെ ഈ നോർത്ത് 24 പർഗാനസ് എന്ന് പറയുന്ന ജില്ലയിലെ ഹാലി സഹർ, ഈ ഹാലി സഹറിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. അയാളുടെ വീട് സന്ദർശിക്കാൻ പോയപ്പോഴാണ് മമത ആക്രമിക്കപ്പെട്ടത്. മമത പറയുന്നത് കാറ് തടഞ്ഞു, പിന്നെ ചെളിയെറിഞ്ഞു, കല്ലെറിഞ്ഞു, എൻ്റെ തലയോട്ടി തകർന്നു പോയായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഈ ഗ്ലാസ് ചില്ലുടഞ്ഞോ എന്നൊന്നും നമുക്കറിയില്ല. മമത പറയുന്നതാണ്, എൻ്റെ തലയോട്ടി എറിഞ്ഞു തകർക്കാനായിരുന്നു അവരുടെ ശ്രമം, ഇത് BJP-ക്കാരാണ് ചെയ്തത്, എന്നെ കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി എന്നൊക്കെയാണ് മമത വെച്ച് കാച്ചുന്നത്. ഈ ജനങ്ങൾ ഇവരെ കള്ളിയെന്നും കവർച്ചക്കാരുടെ റാണി എന്നും വിളിച്ചുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചത് എന്ന് മമത തന്നെ പറയുന്നു. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, അത് കേവലം BJP-ക്കാർ മമതയെ ഇത്രയേറെ എതിർക്കുന്നത് അവിടെ BJP-ക്കാർ മാത്രമാണ്. കോൺഗ്രസ്സുകാർ എതിർക്കുന്നുണ്ട് മമതയെ, അതുപോലെ തന്നെ CPM-കാർ എതിർക്കുന്നുണ്ട്. CPM-കാർ ഏറ്റവും കൂടുതൽ CPM-കാരെ വേട്ടയാടിയത് മമതയാണ്. 2011 മമത അധികാരത്തിൽ വന്നപ്പോൾ മുതൽ CPM 15 വർഷം അനുഭവിച്ചു കൊണ്ടിരുന്ന വേട്ടയാടൽ ചെറുതല്ല. നമ്മൾ കണ്ടതാണ്. അവരുടെ ഓഫീസൊക്കെ തുറക്കാൻ അവർ BJP സർക്കാർ അധികാരത്തിൽ കയറേണ്ടി വന്നു എന്നുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നാണക്കേടാണ്. 34.5 വർഷം ബംഗാൾ തുടർച്ചയായിട്ട് ഭരിച്ചവർക്കാണ് ഈ ഗതികേട് സംഭവിച്ചത്. അപ്പോൾ BJP-ക്ക് മാത്രമല്ല മമതയുടെ എതിർപ്പുള്ളത്, അത് CPM-നുണ്ട്, കോൺഗ്രസ്സിനുണ്ട്, മറ്റു പല ഫോർവേഡ് ബ്ലോക്ക് പോലെയുള്ള ചെറിയ കക്ഷികൾക്കൊക്കെ ഉണ്ട്. അവരെല്ലാവരും മമതയെ എതിർക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കേണ്ടത്, ഇന്ത്യ സഖ്യത്തിലെ സജീവയായ ഒരു നേതാവ് കൂടിയാണ് മമത. എന്നിട്ടോ ആ മമതയെ കോൺഗ്രസ് എതിർക്കുക. രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയോ പോലും വകവയ്ക്കാതെ വലിയ അഹങ്കാരം. അതെ, അവിടെ അധീർ രഞ്ജൻ ചൗധരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിശക്തമായ എതിർപ്പ് ഇവർക്കെതിരെ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഈ മമത ആക്രമിക്കപ്പെട്ടെങ്കിൽ അത് ഒരു പക്ഷേ കോൺഗ്രസ്സുകാരിൽ നിന്നാവാം, CPM-കാരിൽ നിന്നാവാം, BJP-ക്കാരിൽ നിന്നുമാകാം, ഇനി മമതയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആകാം. കാരണം ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനെ ഇങ്ങനെ കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യത്തിൻ്റെ കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് മമതയെ ആക്രമിച്ചതും ആകാൻ വഴിയുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ കഴിയില്ല.
ബംഗാളിലെ സിറ്റുവേഷൻ അതാണ്. മമത മൊത്തത്തിൽ ബംഗാളിൽ നാറി നാണം കെട്ട് നിൽക്കുകയാണ്. മമതയ്ക്ക് ഇനിയൊരു രാഷ്ട്രീയ ഭാവിയില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം മമത കൃത്യമായൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലല്ല ബംഗാൾ ജനതയെ സമീപിച്ചത്. ബംഗാൾ ജനത നേരിട്ട് കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൽ നിന്നുൾപ്പെടെ ബംഗാൾ ജനത നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ ആണ് മമത അഡ്രസ്സ് ചെയ്ത് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം ഞാൻ നൽകാം എന്ന് പറഞ്ഞാണ് മമത അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ മമത വന്നപ്പോൾ എന്ത് ചെയ്തു? മമത പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് ഈ CPM-ൻ്റെ ഒപ്പം നിന്നിരുന്ന ഗുണ്ട കൊട്ടേഷൻ ടീമിനെ മുഴുവനും ഇങ്ങോട്ടെടുത്തു. കാരണം അവരെപ്പോഴും അങ്ങനെയാണ്, എവിടെ അധികാരമുണ്ടോ അവിടെ ആയിരിക്കും അവർ നിൽക്കുന്നത്. അതാണ് സുരക്ഷ. അവിടെ നിന്ന് എന്ത് തോന്നിയാസവും കാണിക്കാം, എന്ത് ക്രിമിനൽ ആക്ടിവിറ്റിയിലും ഏർപ്പെടാം. അപ്പോൾ ആ കൂട്ടർ മുഴുവനും ഇതിലേക്ക് വന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഇത് വലിയ തടസ്സമുണ്ടായി. ജനങ്ങൾ ആഗ്രഹിച്ചത് സമാധാനമാണ്. അത് കൊടുക്കാൻ മമതയെ കൊണ്ട് പറ്റിയില്ല. പകരം ഈ CPM-ൻ്റെ കാലത്ത് എന്തെല്ലാം അക്രമ സംഭവങ്ങൾ അരങ്ങേറിയോ, എന്തെല്ലാം ഗുണ്ടായിസം അവിടെ നടമാടിയിരുന്നോ അത് മുഴുവനും മമതയുടെ ഭരണത്തിലും ആവർത്തിച്ചു. സമാധാനം മാത്രമല്ല, 15 വർഷം കൊണ്ട് എന്തൊക്കെ അടച്ചുപൂട്ടാൻ പറ്റില്ല. അതെ, അത് മറ്റൊരു വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി. അതെ, അതായത് CPM തന്നെ അവിടെ വ്യവസായങ്ങളൊന്നും ആരംഭിക്കാതെ ഒരു കാലത്ത്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനമായിരുന്നതാണ് ബംഗാൾ. ആ ബംഗാളിനെയാണ് CPM നശിപ്പിച്ച് നാറാണക്കല്ല് പിഴുതത്. അതിൻ്റെ തുടർച്ചയായിട്ട് അവശേഷിച്ചിരുന്ന കുറച്ച് വ്യവസായങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം മമത പൂട്ടിക്കെട്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ബംഗാളിനെ പൂട്ടിക്കെട്ടിയെന്ന് മാത്രമല്ല, ഈ ജനങ്ങൾക്ക് അവിടം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. എങ്ങനെ? കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്കായിട്ട് വരേണ്ടി വന്നു. കൂടാതെ ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റം, ഈ നുഴഞ്ഞു കയറിയവരെ വോട്ട് ബാങ്കാക്കി വെച്ചുകൊണ്ട് ഈ ബംഗാളിൻ്റെ വിഭവങ്ങൾ, ബംഗാളിൽ എന്തൊക്കെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ കൊടുക്കുന്നത് എന്തൊക്കെയുണ്ടോ, അവിടുത്തെ നികുതിപ്പണം കൊണ്ട് എന്തൊക്കെ ബംഗാളിൽ വരുമാനം വരുമോ അതിനെല്ലാം വീതം വയ്ക്കാൻ തുടങ്ങി ഈ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് വേണ്ടി. അവന്മാർക്ക് കുശാലായി. അപ്പോൾ മമത ചെയ്ത തെറ്റൊന്നും ചെറുതല്ല. അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ മമതയെ ഇത്രയേറെ വെറുത്തത്. മമതയെ വെറുത്താണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണോ പിണറായി ഭരണത്തെ വെറുത്ത് ജനം കോൺഗ്രസ്സിന് UDF-ന് വോട്ട് ചെയ്തത്, 105 സീറ്റുകളിൽ ഇവരെ തോപ്പിച്ചല്ലോ. ആ 105 അതിൽ 102 സീറ്റിൽ UDF-നെ ജയിപ്പിച്ചു, 3 സീറ്റിൽ BJP-യെയും ജയിപ്പിച്ചു. അപ്പോൾ ജനം അങ്ങനെ വെറുത്താണ് വോട്ട് ചെയ്തത്. സത്യത്തിൽ ഈ BJP കേരളത്തിൽ മത്സരിക്കാൻ ഇല്ലാതിരുന്നെങ്കിൽ ഒരു 120-125 സീറ്റിൽ UDF ജയിച്ചേനെ. അതാണ് ശരിക്കും സംഭവിക്കുമായിരുന്നത്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ മമതയുടെ കാര്യത്തിൽ മമതയെ വെറുത്താണ് ജനം വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അവർ ഈ കള്ളി എന്നും കവർച്ചക്കാരുടെ റാണി എന്നും ഒക്കെ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു എന്നും മമതയാണ് പറയുന്നത്, നമ്മളല്ല പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മമതയുടെ ചീട്ട് മൊത്തത്തിൽ കീറിയിരിക്കുകയാണ്. മമത ഇപ്പോൾ എരവാദം മുഴക്കുകയാണ്. അതായത് ഞാൻ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ, ഒന്നാമത്തെ കാര്യം അവർക്കൊരു പ്രത്യയശാസ്ത്രമില്ല ആ പാർട്ടിക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു കയറി വരണമെങ്കിൽ BJP ഭരണം മുന്നോട്ട് പോയി ആ BJP ഭരണത്തിൽ അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, ജനങ്ങൾ കൂടുതൽ ദരിദ്രരായി, ജനങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും ഒക്കെ പോയാൽ മാത്രമേ മമതയെ പോലൊരാളുടെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രതിപക്ഷ നിര അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരു പ്രതിപക്ഷം പോലും ഇല്ല. കാരണം മമതയുടെ ഒപ്പം ഉണ്ടായിരുന്ന 10-60 പേരാണ് വിട്ടുപോയിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നത്. അവർ സത്യത്തിൽ ഈ BJP-യുമായിട്ട് കലഹിക്കാനല്ല, നിയമസഭയിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് നിലനിൽക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. കാരണം അവർക്കറിയാം ശക്തി വളരെ കുറവാണ്, മുന്നോട്ട് പോയി പതുക്കെ പിടിച്ചു കയറി വരന്നാലേ പറ്റുള്ളൂ എന്നവർക്കറിയാം. അത് പഴയ SFI നേതാവ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അവിടെയും മമതയ്ക്ക് വലിയ വീഴ്ചയാണ് അവിടെയും പറ്റിയത്, വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് നാണം കെട്ട് മുണ്ടക്കോലായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മമതയുടെ. ഇവിടെ മമതയ്ക്ക് ഇനി ഈ ബംഗാളിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കണമെങ്കിൽ മമതയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എരവാദം മുഴക്കി രംഗത്ത് വരികയെന്ന് നിവൃത്തിയുള്ളൂ. കഴിഞ്ഞ ദിവസം ബംഗാളിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നിരുന്നു, നമ്മൾ ചർച്ച ചെയ്തില്ല അത്.
മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്ക് കണ്ണ് രോഗത്തിന് ചികിത്സ ചെയ്യാൻ അമേരിക്കയിൽ പോകണം. അയാൾക്ക് ഇവിടെ ഒന്നും ചികിത്സിച്ചാൽ പറ്റില്ല, ഇന്ത്യയിൽ ഒരു ആശുപത്രിയും പറ്റില്ല, അയാൾക്ക് അമേരിക്കയിൽ പോകണം. അപ്പോൾ അയാൾ പല കേസുകളിൽ ജാമ്യം എടുത്ത് നിൽക്കുകയാണ്, പാസ്പോർട്ട് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കോടതിയെ സമീപിച്ചു, എനിക്ക് പാസ്പോർട്ട് തരണം, അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകണം. കോടതി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു മെഡിക്കൽ ബോർഡ് നിങ്ങളെ പരിശോധിച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ ഈ കുഴപ്പങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ചികിത്സ അമേരിക്കയിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ വിടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മെഡിക്കൽ ബോർഡിനെ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട, മെഡിക്കൽ ബോർഡിനെ വെക്കണ്ട, ഇവിടുത്തെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ കണ്ണ് പരിശോധനയ്ക്ക് കൊടുക്കില്ല എന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ, എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ഇയാൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയാൽ പിന്നെ അമേരിക്കയിൽ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇയാൾ മുങ്ങിയ എന്ത് ചെയ്യും? അപ്പോൾ കോടതിയുടെ നടപടികൾ വളരെ ശരി. ഇതൊക്കെ ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം, തുടർച്ചയായിട്ട്. നോക്കൂ, ഭരിക്കാൻ വന്ന BJPക്ക് ഭരണത്തിൽ വീഴ്ചകൾ സംഭവിച്ച് ജനങ്ങൾ അവരെ എതിർക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാം. അത് ഭരിക്കുന്ന പാർട്ടിയല്ലേ, അവർക്ക് ആദ്യമായിട്ട് ഭരിക്കുകയല്ലേ അവർ ബംഗാൾ, അപ്പോൾ വീഴ്ചകൾ സംഭവിക്കും, സ്വാഭാവികമാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. അങ്ങനെയല്ല, 15 കൊല്ലം ഭരണത്തിലിരുന്നിട്ട് പ്രതിപക്ഷത്തും ഇല്ല ഒരു കക്ഷിയുടെ അവസ്ഥയാണ്. അപ്പോൾ മമതയ്ക്ക് ഇനി വേറെ വഴിയൊന്നുമില്ല. ബംഗാളിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില ഇരവാദങ്ങളൊക്കെ മുഴക്കി, അയ്യോ എന്നെ തല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ പീഡിപ്പിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇനി അവർ ആ തരത്തിലുള്ള സകല പരിപാടികളും നോക്കും. രസം എന്താണെന്ന് വെച്ചാൽ നിയമസഭയിൽ പോലും അവർക്ക് കയറാൻ പറ്റത്തില്ല, പാർലമെന്റിലും അവർക്ക് കയറാൻ പറ്റത്തില്ല, നിയമസഭയിലില്ല, പാർലമെന്റിലില്ല. ഇനി ഒരു സീറ്റിൽ നിന്ന് മത്സരിച്ചാൽ അവർ ജയിക്കും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അവിടെയും മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ് മമതയ്ക്ക് സംഭവിച്ചത്. രാജ്യസഭയിൽ നിന്നും ജയിച്ചു പോകാമെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഭൂരിപക്ഷം MLA-മാരും കൂടെയാണ്. ഇവരുടെ കൂടെ നിൽക്കുന്ന 10-20 പേര് മാത്രമേ ഉള്ളൂ. അവർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ രാജിവെച്ചാൽ അവിടെ ഒരു കാരണവശാലും മമത മത്സരിച്ച് ജയിക്കാം എന്ന് കരുതണ്ട. കാരണം അവിടെ ഈ BJPയും ഋതപ്രതാ ബാനർജിയും കോൺഗ്രസും CPM-ഉം എല്ലാം ഒരുമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാർലമെന്റിൽ 20 MP-മാരാണ് ഇപ്പം NDA-യുടെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്നത്. അതെ, ആ 20 MP-മാരിൽ തന്നെ അവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നമുണ്ടെന്ന് വരുത്തിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മമതാ വിഭാഗം. അല്ല, അത് സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം NDA വിളിച്ചൊരു യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഇവരെല്ലാം സംസാരിച്ചു. അപ്പോൾ നരേന്ദ്രമോദി അവരെ സ്വാഗതം ചെയ്യുകയും രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തതായിട്ടാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിൽ മനസ്സിലാക്കുന്നത് മോദിയുടെ കടുത്ത എതിരാളിയായിരുന്ന, മോദിക്കെതിരെ എതിർപ്പുയർത്തിയിരുന്ന ഒരാളാണ് സായണി ഘോഷ്. സിനിമാ നടിയൊക്കെയാണ്, കലാകാരിയാണ്, നന്നായി പാടും, ഒരുപാട് കഴിവുകളുള്ള ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയെന്നേ പറയാൻ കഴിയുള്ളൂ, ഒരു 30 വയസ്സിന് താഴെ അവർക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇരിക്കട്ടെ, ചെറുപ്പക്കാരിയാണ്. അവർ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്, പുറത്തു വന്ന വാർത്തകൾ വളരെയധികം ഊർജം തോന്നുന്നു. ഇത്രയും വലിയൊരു പ്രോത്സാഹനം നമുക്ക് ലഭിച്ചതിൽ ഇത്രയേറെ ആക്റ്റീവായ ഒരു പ്രധാനമന്ത്രിയെ ആണ് ഞാൻ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവർ വളരെ മോദിയെ പ്രകീർത്തിക്കുകയായിരുന്നു. അപ്പോൾ ഈ പോയ 20 MP-മാരിൽ ഒരു വിള്ളലുണ്ടാക്കാൻ മമതയും മഹുവ മൈത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. മഹുവ മൈത്രയ്ക്ക് കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് കിട്ടിയ അടി കണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ മഹുവ മൈത്രയും ഒന്നുകിൽ ഭാവിയിൽ കോൺഗ്രസിനൊപ്പം ചേരും, അല്ലെങ്കിൽ അതും BJPക്കൊപ്പം വരാനാണ് സാധ്യത. ഋതപ്രതാ ബാനർജിക്കൊപ്പം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾ അവിടെയെങ്ങും പോയാൽ സാധിക്കുന്നതല്ല. അതൊന്നുകിൽ കോൺഗ്രസിനൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു തലത്തിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ തൃണമൂലിൻ്റെ സമ്പൂർണ്ണമായൊരു തകർച്ചയാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ പോയ MP-മാരെല്ലാം വളരെ കംഫർട്ടബിളായിട്ട് NDA ക്യാമ്പിലുണ്ട്. എനിക്ക് തോന്നുന്നത് അവർക്ക് നല്ല പോസ്റ്റുകളും കിട്ടിയേക്കാം, ചിലപ്പോൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കിട്ടിയേക്കാം. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഈ പൊളിച്ചെഴുത്ത് വരുമ്പോൾ എങ്ങനെയാണ് മന്ത്രിസഭാ പുനഃസംഘടനയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, NCPI എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെ രൂപീകരിച്ച് 20 MP-മാരുണ്ട്. അതൊന്നും ചെറിയ കാര്യമല്ല. ആ 20 MP-മാരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയുണ്ട് അതിന്. അവർക്ക് 3-2 ഭൂരിപക്ഷം എത്തിക്കുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട.
അതുകൊണ്ട് തന്നെ അവർക്ക് മന്ത്രിമാരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മന്ത്രിയെങ്കിലും കൊടുത്തേക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ബംഗാളിൽ ഈ പറഞ്ഞതുപോലെ ഒരു NDA മന്ത്രി കൂടി ഉണ്ടാകും. കാകോലി ഘോഷിനെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ നേതാക്കളാണ് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ റെയിൽവേ, IT ഇതെല്ലാം കൂടെ അശ്വിനി വൈഷ്ണവിൻ്റെ ചുമതലയിലാണ്. അദ്ദേഹത്തിനാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വകുപ്പ് മാറ്റിക്കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മമതയ്ക്ക് അറിയാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് മമത ഈ കാർഡൊക്കെ ഇറക്കുന്നത്. ഈ പോയ MP-മാർ തമ്മിലടിയാണ്, അവരിൽ ചിലർക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നു, ചിലർക്ക് അസ്വീകാര്യതയാണ് എന്നൊക്കെ പറഞ്ഞ് കഥകൾ മെനയുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് പക്ഷേ ആ കഥകളൊക്കെ കഥകളായിട്ട് നിൽക്കുകയുള്ളൂ. ഒന്ന്, ജനം അത് വിശ്വസിക്കില്ല. ഇപ്പം മമത അയ്യോ എന്നെ കൊല്ലുന്നേ, എന്നെ ആക്രമിച്ചേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നല്ലോ, അത് തന്നെ ജനം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജനം അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഈ മമതയെ ആക്രമിച്ചതിൻ്റെ പേരിൽ പോലീസ് കേസ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് പോലും വ്യക്തമല്ല. അത്തരത്തിൽ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ മമത മുഴക്കുന്ന ഇരവാദത്തിന് ഇനി വലിയ സ്കോപ്പില്ല. മമതയ്ക്ക് തന്നെ വലിയ സ്കോപ്പില്ല. പിന്നെയല്ലേ മമതയുടെ നിലവിളി. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും മമതയും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചരിത്രത്താളുകൾക്കിടയിൽ ഇങ്ങനൊരു പാർട്ടി ഉണ്ടായിരുന്നു ബംഗാളിൽ. 3 ടേം അടുപ്പിച്ച് ഭരിച്ചു, 15 വർഷം ഭരിച്ച് ബംഗാളിനെ കൊണ്ട് BJPയുടെ കയ്യിൽ കൊടുത്തു എന്നായിരിക്കും ഭാവിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം നടത്താൻ പോകുന്നത്. അതാണ് തൃണമൂലിനെ കുറിച്ച് ഈ അവസരത്തിൽ ഈ നടന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം.